നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വാരാഹി ദേവിനെ കുറിച്ചാണ്. വാരാഹി ദേവി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങളൊക്കെ തീരാൻ വാരാഹി അമ്മയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആവിധ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുന്നതാണ്. ഇപ്പോൾ വാരാഹി എന്ന് പറയുന്ന ലളിതാംബിക അല്ലെങ്കിൽ ദുർഗാദേവിന്റെ വേറിട്ട ഒരു രൂപമാണ് ഈ വാരാഹി എന്ന് പറയുന്നത്. വാരാഹി അമ്മ എന്ന് പറയുമ്പോൾ ആ വാരാഹി അമ്മയുടെ മുഖം കാട്ടുപന്നിന്റെ മുഖം പോലെയാണ്. ആ കാട്ടുപന്നിന്റെ മുഖം ആയതുകൊണ്ട് ആ അമ്മയെ വാരാഹി എന്ന് വിളിക്കുന്നു. ആ അമ്മയ്ക്ക് 16 കൈകളാണ്. 16 കൈകളിലും ആയുധങ്ങൾ ഏന്തി നിൽക്കുന്ന അമ്മയാണ്. അമ്മ ഉഗ്രരൂപിണിയാണ്, എന്നാൽ ശാന്തസ്വരൂപിണിയാണ്. വീട്ടിൽ വെച്ച് ഉഗ്രസ്വരൂപിണികളായിട്ടുള്ള ദുർഗാദേവി അങ്ങനെയുള്ള ഫോട്ടോകൾ വെക്കാൻ പാടില്ല എന്ന് പറയാം. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ആ ഫോട്ടോ ഏതാണെങ്കിലും ദുർഗാദേവിന്റെ ആണെങ്കിലും വാരാഹി അമ്മന്റെ ആണെങ്കിൽ ഭദ്രകാളിന്റെ ആണെങ്കിലും വീട്ടിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാവുന്നതാണ്. നമ്മളുടെ കയ്യിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ സത്യസന്ധതയും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ദൈവങ്ങളൊന്നും നമ്മളെ ഉപദ്രവിക്കുകയില്ല. അവർ ശാന്തസ്വരൂപിണിയും കൂടിയാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് ഉലയുന്നവർക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിൽ വന്ന് നമുക്ക് ഏതേത് വിധത്തിലും നമുക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ മാർഗമില്ലാണ്ടായി തീരുന്ന സമയത്ത് നമ്മൾക്ക് വിളിക്കാൻ പറ്റിയ ദൈവങ്ങളാണ് ഭദ്രകാളിയും ദുർഗയും വാരാഹി അമ്മയൊക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശേഷമായിട്ടുള്ളത് വാരാഹി അമ്മന്റെയാണ്. വാരാഹി അമ്മനെ ഒരു മൺവിളക്ക് വെച്ച് വിളിച്ചാൽ പോലും അമ്മ കാണാൻ പറ്റും. നമ്മളുടെ ആഗ്രഹം നടത്തിത്തരും, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും അമ്മ എന്ന് പറയും. കാരണം വെച്ചാൽ അത്രയ്ക്കും ശക്തിയുള്ള അമ്മയാണ് വാരാഹി ദേവി. വാരാഹി അമ്മയെ വിളക്ക് വെക്കേണ്ട ദിവസം മാസത്തിൽ വരുന്ന പഞ്ചമി ദിവസമാണ്. പഞ്ചമി, അഷ്ടമി ദിവസം അല്ലെങ്കിൽ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച ദിവസങ്ങൾ വാരാഹി അമ്മയെ വിളക്ക് വെക്കേണ്ട ദിവസം മാംസാദികൾ കഴിക്കാൻ പാടില്ല. ശരീര ശുദ്ധി ഉണ്ടായിരിക്കണം. നമ്മൾ കുളിച്ചൊക്കെ ആയിരിക്കണം വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ശരീരശുദ്ധിയോട് കൂടിയിട്ട് വിളക്ക് വെച്ച്, അത് പറഞ്ഞാൽ സൂര്യ ഉദയത്തിന് മുമ്പ് നമ്മൾ 5 to 6 ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രശ്നങ്ങളാണ്, നമുക്ക് എങ്ങനെയും പ്രശ്നം തീരണേയില്ല. നമുക്ക് ജോലി ചെയ്യുന്ന അവിടെയും പ്രശ്നങ്ങളാണ്. നമ്മളൊരു ബിസിനസ്സാണ് ഇട്ടിരിക്കുന്നത്, ആ ബിസിനസ് തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് പ്രശ്നങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത്. ഓരോ പ്രശ്നങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എങ്ങനെയും ജീവിക്കാൻ വഴി കാണുന്നില്ല. ഏത് വഴിക്ക് പോയാലും പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മളെ വിട്ട് പ്രശ്നങ്ങൾ ഒഴിയുന്നില്ല. അല്ലെങ്കിൽ വീട്ടിലാണ് അതേപോലെ മനസമാധാനമില്ലായ്മ, കുടുംബത്തിൽ ദാരിദ്ര്യം, പണകഷ്ടങ്ങള്, കുട്ടികൾ നല്ല രീതിയിൽ വന്നിരുന്ന മക്കൾ പെട്ടെന്ന് ഒരു സമയങ്ങളിൽ കുട്ടികൾക്ക് വിപരീത ബുദ്ധികളൊക്കെ തോന്നി പലതിലും പോയി ചാടിയിട്ടും പല പ്രശ്നങ്ങൾ വന്നിട്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ചില വീട്ടുകളിൽ മംഗല്യഭാഗ്യങ്ങളൊക്കെ കുറവായിട്ടുള്ള ദിവസമുള്ള വീടുകളുണ്ട്. കാരണം കല്യാണം നടക്കാണ്ടാവുക, 2ഉം 3ഉം പേരുണ്ടാവും, കല്യാണം നടന്നിട്ടുണ്ടാവും. അവർ കല്യാണം നോക്കി മതിയായിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്ക് മംഗല്യഭാഗ്യത്തിന് വേണ്ടിയിട്ടും ഈ അമ്മയെ ആരാധിക്കാവുന്നതാണ്. കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയിട്ടും ഈ അമ്മയെ ആരാധിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. പ്രശ്നങ്ങൾ തീരാൻ കോടതി വഴക്ക് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനൊക്കെ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു വെച്ചാൽ എത്രയും വേഗം ഫലം കിട്ടുന്നതാണ്. അപ്പോൾ വാരാഹി അമ്മയെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നത് പഞ്ചമി ദിവസമാണ്. മാസത്തിൽ വരുന്ന പഞ്ചമി, അതിൽ ഒരു 7 പഞ്ചമി വിളക്ക് വെക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ, എത്ര വലിയ ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദുരിതങ്ങളൊക്കെയും കംപ്ലീറ്റ് മാറിപ്പോകുന്നതാണ്. അപ്പൊ അമ്മയ്ക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പഞ്ചമി ദിവസം ഒന്നില്ലേ പുലർച്ചയ്ക്ക് അല്ലെങ്കിൽ 6 മണി കഴിഞ്ഞതിന് ശേഷം, 6:30ക്ക് ശേഷമാണ് കൂടുതൽ നല്ലത്. കുറച്ചുകൂടി ഇരുട്ടിയതിന് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഫലപ്രദം. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പഞ്ചമി ദിവസം അത് ചെയ്യാം. അല്ലെങ്കിൽ വെള്ളിയാഴ്ച. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം, പഞ്ചമി വരെ കാത്തു നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് അത്രയും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ചെയ്യാം. വെള്ളിയാഴ്ച 6 മണിക്ക് മുൻപായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വൈകിട്ട് 6 മണിക്ക് 6:30ക്ക് ശേഷം നമുക്ക് ഈ വിളക്ക് വെച്ച് ദൈവത്തിന് വാരാഹി അമ്മയെ പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ വാരാഹി അമ്മയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പിച്ചള തട്ടിൽ മുഴുവൻ പച്ചരി നിരത്തി വെക്കുക. എന്നിട്ട് ഒരു നാളികേരം എടുത്ത് ഉടയ്ക്കുക. നന്നായിട്ട് മനസ്സിൽ വാരാഹി അമ്മനെ വിചാരിച്ച് തന്നെ നിങ്ങൾ ഈ നാളികേരം ഉടയ്ക്കുക. ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാണ്, ഇതിൽ ദേവിന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ നാളികേരം ഉടച്ച് അതിൽ 2ആയിട്ട് വെക്കുക. തട്ടിൽ വെച്ച് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് തട്ടിൽ വെച്ചിട്ട് അത് നിറയെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നെയ്യ് ഒഴിക്കുക. നെയ്യില്ല എന്നുണ്ടെങ്കിൽ നല്ല നല്ലെണ്ണ, വിളക്കെണ്ണയോ അങ്ങനെയൊന്നും പാടില്ല, നല്ല നല്ലെണ്ണ വാങ്ങിച്ചിട്ട് അതിൽ ഒഴിച്ചിട്ട് വിളക്ക് വെക്കുക.
വിളക്ക് കിഴക്കിട്ട് നോക്കിയിട്ട് വേണം വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട്. കിഴക്കിട്ട് നോക്കിയിട്ട് വിളക്ക് വെച്ചതിന് ശേഷം ആ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ പറയുന്നത് ചുവന്ന അരളിപ്പൂവും ചെമ്പരത്തിയാണ്. ആ പുഷ്പങ്ങൾ അവിടെ സമർപ്പിക്കുക. സമർപ്പിച്ച് കൽപ്പൂരവും ചന്ദനത്തിരിയും ഒക്കെ ഈ നാളികേരം തട്ടിലേക്കാണ് നമ്മൾ, കാരണം ആ തട്ടിലുള്ള ആ വിളക്കിലേക്കാണ്, ആ നാളത്തിനെയാണ് നമ്മൾ വാരാഹി ദേവിയായിട്ട് കാണുന്നത്. അപ്പൊ ആ വിളക്കിനെ നോക്കിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൽപ്പൂരവും ചന്ദനത്തിരിയും ഒക്കെ ഉഴിഞ്ഞ് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ മനസ്സിൽ എന്താണോ പ്രാർത്ഥിക്കുന്നത്, നമ്മൾക്ക് എന്താണോ വിചാരിച്ചത്, നമ്മൾ എന്താണോ കാര്യം ഉദ്ദേശിക്കുന്നത്, അത് നടന്നു കിട്ടാൻ വേണ്ടി ദൈവത്തിനോട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നേരം മനസ്സുരുകി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം നാമം ജപിച്ചിട്ട് വേണം കൊണ്ട് പ്രാർത്ഥന തുടങ്ങാം. അപ്പൊ വജ്രഘോഷം അത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാമമാണ്. അമ്മ ഇത് 27 പ്രാവശ്യം ജപിക്കുക. ജപിച്ചതിന് ശേഷം ഒരു 108 പ്രാവശ്യം ഓം വാരാഹേ നമഃ, ഓം വാരാഹേ നമഃ, ഓം വാരാഹേ നമഃ എന്ന് നമുക്കറിയുന്ന നാമം. എന്ന് വെച്ചാൽ ഒരുപാട് നാമങ്ങളാണ്. സമേശ്വര വരാഹേ നമഃ, ഈശ്വരയുടെ വരാഹേ നമഃ, അങ്ങനെ ഒരുപാട് നാമങ്ങൾ അമ്മയെ പറയുന്നുണ്ട്. അതൊന്നും ജപിക്കാൻ പറ്റിയില്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് വരാഹി അമ്മയെ ഓം വാരാഹിയേ നമഃ എന്നുള്ളത് 108 പ്രാവശ്യം ജപിച്ച് നമ്മളുടെ ആ മനസ്സിൽ എനിക്ക് ഈ പ്രശ്നം തീർന്നു കിട്ടണം, അമ്മ ഇത് തീർത്ത് തരുന്നേ വേണം, എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് എനിക്ക് ഒഴിഞ്ഞു കിട്ടണം എന്ന് പറഞ്ഞ് മനസ്സൊരുക്കി ദേവിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മാസത്തിൽ വരുന്ന പഞ്ചമി ദിവസം, മാസം 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. അപ്പൊ ആ പഞ്ചമി ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒരു 7 പഞ്ചമി വരെ വെക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് വന്നിട്ടുള്ള എത്ര വലിയ കേസ് വഴക്ക് പ്രശ്നങ്ങളായാലും ശരി, ദമ്പതി കലഹങ്ങൾ പ്രശ്നങ്ങളായാലും ശരി, കുടുംബ പ്രശ്നങ്ങളായാലും ശരി, അതിനെല്ലാത്തിനും ഒരു ശാശ്വത പരിഹാരം അമ്മ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വഴിപാട് ഈ ദൈവത്തിന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭ്യമാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.